നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. ഇൻഡിഗോ എയർലൈൻസിനെതിരെ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഒരുപാട് പരാതികളാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിന് പിന്നാലെ കാര്യമറിഞ്ഞ ഏവരും ഒന്ന് ഞെട്ടി. അതായത് ജീവനക്കാർ കൂട്ടവധിയെടുത്ത് എയർ ഇന്ത്യയുടെ അഭിമുഖത്തിന് പോയതോടെ ഇൻഡിഗോ എയർലൈൻസിന്റെ പകുതിയിലേറെ സർവീസുകൾ വൈകിയതാണ് ഇതിന് കാരണമായി മാറിയത്. ഇതോടെ ആയിരക്കണക്കിന് യാത്രക്കാരാണ് വളഞ്ഞത്. ഇൻഡിഗോ വിമാനങ്ങളിൽ 45% മാത്രമാണ് കൃത്യസമയത്ത് സർവീസ് നടത്താൻ കഴിഞ്ഞതെന്ന് കേന്ദ്ര വ്യോമയാന മന്ത്രാലയത്തിന്റെ കണക്കുകൾ ചൂണ്ടിക്കാണിക്കുന്നു. ഇൻഡിഗോയുടെ ക്രൂ അംഗങ്ങൾ മെഡിക്കൽ ലീവ് എടുത്താണ് ശനിയാഴ്ച എയർ ഇന്ത്യയുടെ അഭിമുഖത്തിന് പോയതെന്ന് പ്രസ് ട്രസ്റ്റ് ഓഫ് ഇന്ത്യ റിപ്പോർട്ട് ചെയ്തു. എയർ ഇന്ത്യയുടെ അഭിമുഖത്തിന്റെ രണ്ടാം ഘട്ടമായിരുന്നു കഴിഞ്ഞ ദിവസം നടന്നിരുന്നത്. വിമാന സർവീസുകൾ വൈകിയതിൽ ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് സിവിൽ ഏവിയേഷൻ ഇൻഡിഗോയോട് വിശദീകരണം തേടിയിട്ടുണ്ട്. വിമാനം വൈകിയതിൽ DGCA ശക്തമായി പ്രതികരിക്കുകയും രാജ്യവ്യാപകമായി വിമാനം വൈകുന്നതിന് പിന്നിൽ വ്യക്തത വരുത്തണമെന്ന് ആവശ്യപ്പെട്ടതായും വാർത്താ ഏജൻസിയായ ANI റിപ്പോർട്ട് ചെയ്തു. ഇക്കാര്യത്തിൽ ഇൻഡിഗോ അധികൃതർ പ്രതികരിച്ചിട്ടില്ല. അതേസമയം യാത്രക്കാരുടെ പരാതികൾക്ക് ഇൻഡിഗോ ട്വിറ്ററിൽ മറുപടി നൽകിയിരുന്നു. ആഭ്യന്തര രാജ്യാന്തര റൂട്ടുകളിലായി ദിവസേന 1600-ലധികം സർവീസുകളാണ് ഇൻഡിഗോ നടത്തുന്നത്. ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ എയർലൈൻ കമ്പനി കൂടിയാണ് ഇൻഡിഗോ. കോവിഡ് കാലത്ത് ജീവനക്കാരുടെ ശമ്പളം വെട്ടിക്കുറയ്ക്കുകയും ചെയ്തിരുന്നു. ഇതോടെയാണ് ജീവനക്കാർ മറ്റു കമ്പനികളിലേക്ക് ചേക്കേറിയത്. ഇത് യാത്രക്കാരെ ഏറെ വലച്ചിരിക്കുകയാണ്. നിരവധി സർവീസുകളാണ് ഇതേ തുടർന്ന് വൈകിയത്. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.